എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അയല മീൻ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന നാടൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരപ്പാലൊന്നും ഒഴിക്കാതെ തിക്കായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മത്സ്യ ഫിഷറീസിൽ നിന്നാണ് അയല കൊണ്ടുവന്നിരിക്കുന്നത്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നുമില്ല കേട്ടോ. അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അയില നമ്മൾ പല രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്, വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. 1 കിലോ അയിലയാണ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 5 വലിയ പീസ് കുടംപുളി കീറിയിട്ടിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൽപ്പുളിയും പിഴിഞ്ഞ് അങ്ങനെയും പുളിക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഒരു 6-7 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക്. പിന്നെ ഇവിടെ കുറച്ച് കൂടുതൽ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ സവാളയെക്കാട്ടും ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ്. ഇത് ഞാനൊരു 300 ഗ്രാമാണ് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടൊമാറ്റോ. മുളക് പൊടി എടുത്ത് വെക്കുന്നത് 2 ടീസ്പൂൺ നമ്മുടെ നല്ല മുളക് പൊടി, സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. കാശ്മീരി മുളക് പൊടി ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറും കിട്ടും, അതുപോലെ നല്ല കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ അയില കറി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളിയിൽ നിന്ന് ഒരു 5-6 ഉള്ളി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. ഇത് 1 മിനിറ്റ് വഴറ്റിയിട്ട് ഇനി ഇത് മിക്സിയുടെ കപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോ അതിട്ട് കൊടുക്കാം. അപ്പം ഇതും 1 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഉള്ളി ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഇനിയാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷണലാണ്, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായി താത്തി തന്നെ വെക്കാം. എന്നിട്ട് നമ്മൾ പേടിയുള്ളവർ വേണമെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഫ്ലെയിം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടിയും
മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതിൽ നമ്മൾ കുറവാണ് കേട്ടോ ഉപയോഗിക്കണേ, 1 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ് ഇങ്ങനെ നമുക്ക് വഴറ്റി കൊടുക്കാം. മസാല നമ്മൾ 1-2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൊടംപുളി കുതിർത്തി വെച്ച വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കുറച്ച് ചൂടുവെള്ളം നമ്മുടെ മിക്സിയിലൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഗ്രേവി നന്നായിട്ട് തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കറികളിൽ കാച്ചി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളി. പക്ഷെ ഇങ്ങനെ കാച്ചി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഉള്ളി മാറ്റി വെച്ചത്. അപ്പോൾ നമുക്കൊന്ന് ഇത് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മീൻ കറി റെസിപ്പിയാണത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത തവണ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.